Good morning, all of you. Quantity Survey 1-ലെ ഒന്നാമത്തെ മൊഡ്യൂളിലെ വീഡിയോ ക്ലാസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് മീ മുഹമ്മദ് റഹീസ്. ആദ്യം നമുക്ക് ഷേപ്പുകളും അവയുടെ പേരുകളും പരിചയപ്പെടാം. ട്രപ്പീസിയം നമ്മൾ പണ്ട് മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുള്ള ഷേപ്പുകളാണ് ഇതെല്ലാം. ട്രപ്പീസിയം ഉണ്ട്, ട്രപ്പിസോയിഡ്, ട്രപ്പീസിയം, ഐസോസിലസ് ട്രപ്പീസിയം, ട്രപ്പിസോയിഡ്, പാരലലോഗ്രാം, അങ്ങനെ പല വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പലർക്കും അതിന്റെ യഥാർത്ഥ ഡെഫിനിഷൻ എന്താണെന്നൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആദ്യം അതൊന്ന് റിക്കവർ ചെയ്യാം. ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡുകളുള്ള ഒരു ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് ട്രപ്പീസിയം. അപ്പോൾ ഇവിടെ AMER എന്ന് എഴുതിയിട്ടുള്ളത് അമേരിക്കൻ ഇംഗ്ലീഷിലും ബ്രിട്ടീഷ് ഇംഗ്ലീഷിലുള്ള വേരിയേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാക്കറ്റിൽ അത് സംഭവം എന്താണെന്ന് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ട്രപ്പിസോയിഡ് എന്ന് പറയുമ്പോഴും ട്രപ്പീസിയം എന്ന് പറയുമ്പോഴും ഒന്ന് തന്നെയാണ്. ട്രപ്പിസോയിഡ് എന്നുള്ളത് അമേരിക്കൻ ഇംഗ്ലീഷിലെ ടേം ആണ്, ട്രപ്പീസിയം എന്നുള്ളത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ ടേം ആണ്. അപ്പൊ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വല്ലതും സെർച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കണം. ആൻഡ് നെക്സ്റ്റ് കേസ് ഇറ്റ് ഈസ് ഐസോസിലസ് ട്രപ്പിസോയിഡ്. ഐസോസിലസ് ട്രപ്പിസോയിഡ് എന്ന് പറയുമ്പോൾ ആംഗിളുകൾ ഈ ആംഗിളും തുല്യമാവുക, അതേപോലെ ഈ ആംഗിളും തുല്യമായി കഴിഞ്ഞാൽ then it can be called as isosceles trapezoid. നാലാമത്തത് പാരലലോഗ്രാം. പാരലലോഗ്രാമിന്റെ കേസിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പോ ഈ ആംഗിളും ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആൻഡ് ദെൻ ഈ ആംഗിളും ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ then it can be called as a parallelogram. അതേപോലെ കൈറ്റ് ഷേപ്പ് വരാം, അവിടെ ഇതും തുല്യമാണ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 90 ഡിഗ്രി. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു കൈറ്റിന്റെ ഷേപ്പ്, പട്ടത്തിന്റെ ഷേപ്പ് വരും. അതേപോലെ റോംബസ് ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, അങ്ങനെ പല ഷേപ്പുകളുണ്ട്. ആൻഡ് അവർ പോയിന്റ് ഓഫ് കൺസേൺ ഹിയർ ഇറ്റ് ഈസ് ഐസോസിലസ് ട്രപ്പിസോയിഡ്. അപ്പൊ ഇനി നമ്മൾ ട്രപ്പിസോയിഡ് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് ഒരു ഐസോസിലസ് ട്രപ്പിസോയിഡിന്റെ ഷേപ്പ് ആണ്. ഓക്കെ, ആദ്യം നമുക്ക് ഒരു ട്രപ്പിസോയിഡിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. സോ ആദ്യം ഒരു ട്രപ്പിസോയിഡ് നോക്കാം. ഈ ട്രപ്പിസോയിഡിന് 4 വശങ്ങളാണുള്ളത്. ആൻഡ് ഇതിന്റെ ഉയരത്തിന് നമുക്ക് h ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു വശത്തിന് A, മറ്റേ വശത്തിന് B എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ A + B/2 × h എന്നാണ്. ഏത് രീതിയിൽ തന്നാലും, അത് ഇൻവേർട്ടഡ് ആയിട്ട് തന്നാലും അതേ ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ തരുന്ന സമയത്ത് ഇൻവേർട്ടഡ് ആയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ A, then the base length B and the height of the trapezium h. If you have got these 3 values, we can simply find the area by doing the calculation like this: A + B/2 × h. കണ്ടു കഴിഞ്ഞാൽ you will get the area of the trapezoid. So what you have to understand is area of a trapezoid can be calculated by using this formula A + B/2 × h, where A and B are the parallel sides of the trapezoid. H is the distance between the parallel sides. So ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി വെക്കണം. അതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമതായിട്ട് നമ്മൾ ഈ വിഷയത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഡാറ്റ സൈഡ് സ്ലോപ്പ് എന്നുള്ള ടേമാണ്. ചിത്രത്തിൽ ഒരു ട്രപ്പിസോയിഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ടോപ്പ് വിഡ്ത്ത് A ആണെന്ന് വിചാരിക്കുക ആൻഡ് അതിൻ്റെ ഡെപ്ത് ഓർ ഹൈറ്റ് D ആണെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യനിൽ സൈഡ് സ്ലോപ്പ് എന്നുള്ളൊരു ടേം തന്നിട്ടുണ്ടാവും ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ ഇൻ എ ഫോം ഓഫ് എ റേഷ്യോ. ഒരു അനുപാതത്തിൻ്റെ രൂപത്തിലായിരിക്കും, ഒരു പ്രൊപ്പോർഷൻ്റെ രൂപത്തിലായിരിക്കും തന്നിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ n:1 എന്ന് തരുന്ന രീതിയിലായിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2:1 എന്നുള്ളൊരു അനുപാതമായിരിക്കും നിങ്ങൾക്ക് സൈഡ് സ്ലോപ്പ് എന്ന പേരിൽ തന്നിട്ടുണ്ടാവുക. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്ത് അതിൻ്റെ ഹൊറിസോണ്ടൽ പാർട്ട് 2ഉം വെർട്ടിക്കൽ പാർട്ട് 1ഉം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് സ്ലോപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് 2:1, which means what 2 represent is the horizontal length and what 1 represent is the vertical length. Horizontal is to vertical. ഇതിനെയാണ് നമ്മൾ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ചില പുസ്തകങ്ങളിൽ അത് വെർട്ടിക്കൽ ഈസ്റ്റ് ഹൊറിസോണ്ടൽ എന്ന് കാണാം, ബട്ട് നിങ്ങളുടെ കോമൺ പ്രാക്ടീസിൽ ഹൊറിസോണ്ടൽ ഈസ്റ്റ് വെർട്ടിക്കൽ എന്നാണ് സ്ഥിരമായിട്ട് കാണാറ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നു. അതിൻ്റെ സൈഡ് സ്ലോപ്പ് ഈസ് ഗിവൺ ആസ് 3:1. അതിൻ്റെ ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് 3 meters. ഹൈറ്റ് 3 meter ആണെന്ന് തന്നിട്ടുണ്ട്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ ബേസ് ലെങ്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അനുപാതം ഹൊറിസോണ്ടൽ ഈസ് ടു വെർട്ടിക്കൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 3 ഭാഗം ഹൊറിസോണ്ടലും 1 ഭാഗം വെർട്ടിക്കലുമാണ്. അതായത് വെർട്ടിക്കലിന്റെ 3 ഇരട്ടി ഹൊറിസോണ്ടൽ ഉണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പൊ ഇവിടെ ഹൈറ്റ് തന്നിട്ടുണ്ട് 3 meter. ഈ 3 meter എന്നുള്ളത് വെർട്ടിക്കൽ പാർട്ടാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ എത്ര ഉണ്ടാവും? വിയുടെ 3 ഇരട്ടി എച്ച് ഉണ്ട്. 3ന്റെ 3 ഇരട്ടി ഹൊറിസോണ്ടൽ ലെങ്ത് വരും. ദാറ്റ് മീൻസ് 9 meters. ഈസി അല്ലേ? ആൻഡ് വാട്ട് ഇഫ് യു ചേഞ്ച് ദ വാല്യൂ ഹിയർ? ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം. ആൻഡ് side slope, here it is given as 1/2:1. എന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കേണ്ടത്? സ്ലോപ്പിൻ ഹൊറിസോണ്ടൽ 1.5 times ആണ്, വെർട്ടിക്കൽ 1 time ആയിരിക്കും. അതായത് ഉയരത്തിന്റെ 1.5 ഇരട്ടി ആയിരിക്കും അതിന്റെ ഹൊറിസോണ്ടൽ ബേസ് ലെങ്ത് വരുന്നത്. സോ ഇഫ് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ ആസ് ദ ഹൈറ്റ് ഒരു 3 meter ആണ് ഹൈറ്റ് എന്നുണ്ടെങ്കിൽ, and the side slope is given as 1.5:1, then how can we find the base length? വെർട്ടിക്കലിന്റെ 1.5 ഇരട്ടിയാണ് ഹൊറിസോണ്ടൽ എന്ന് തന്നിട്ടുണ്ട്. സോ 3ന്റെ 1.5 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 1.5 which is 4.5 meters. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഹൊറിസോണ്ടൽ ലെങ്ത് കിട്ടാൻ നമുക്ക് ഈ സൈഡ് സ്ലോപ്പ് സഹായിക്കും. അങ്ങനെ അത് വെച്ച് നമുക്ക് ഈ ട്രപ്പിസോയിഡിന്റെ ബോട്ടം വിഡ്ത്തും ടോപ്പ് വിഡ്ത്തും റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മളുടെ സൈഡ് സ്ലോപ്പ് എന്ന ടേമിന്റെ ഉദ്ദേശം. സോ സൈഡ് സ്ലോപ്പ് എന്ന് തരുന്ന സാധനം ഇവിടെ n:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് 3:1 എന്നുള്ള അനുപാതമാണ് എടുക്കുന്നത്. ആൻഡ് ടോപ്പ് വിഡ്ത്ത് ഇറ്റ് ഈസ് ഗിവൺ ആസ് a, ഡെപ്ത് ഇറ്റ് ഈസ് ഗിവൺ ആസ് d. then you have to find the bottom width of the trapezoid. ഈ ട്രപ്പിസോയിഡിന്റെ താഴത്തെ വീതി നിങ്ങൾ കണ്ടെത്തണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് d. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈഡ് സ്ലോപ്പ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നു 3:1. അതായത് ഉയരത്തിൻ്റെ 3 ഇരട്ടി ആയിരിക്കും അതിൻ്റെ ബേസ് ലെങ്ത്. സോ ഇത് d ആണെന്നുണ്ടെങ്കിൽ ഇത് 3d ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് d ആണെന്നുണ്ടെങ്കിൽ n:1 ആണ് സ്ലോപ്പ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസ് ലെങ്ത് n times d ആയിരിക്കും. ഇത് ഇവിടെ മാത്രമാണോ? അല്ല, ഇറ്റ് വിൽ ബി റിപ്പീറ്റഡ് ഹിയർ ആൾസോ. അപ്പോൾ ഇവിടുത്തതും nd ആയിരിക്കും ഇഫ് ദ സ്ലോപ്പ് ഈസ് ഗിവൺ ആസ് n:1. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അനുപാതത്തിന്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് അറിയുമെങ്കിൽ അതിന്റെ ബേസ് വിഡ്ത്ത് അറിയാൻ ഈ സൈഡ് സ്ലോപ്പ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. If you are given a question in which you have given a trapezoid with top width a and side slope n:1 and the overall depth of the trapezoid is d, then how can you find the bottom width of the trapezoid? And here we have a, the same top width, and the extension we have found it as n times depth of the trapezoid, and it is repeated here also. And the total top width, bottom width is a plus, here we have got an nd, here we have got an nd. So total a plus 2 times nd, which is the bottom width of the trapezoid. So we can draw the final figure. If a is the top width, n:1 is the side slope, then the bottom width is a plus 2nd. This is the bottom width of the trapezoid. Okay, it is very easy to understand. If you have got any confusion, please try to repeat the same.
by pausing this video. Let's move on to the next topic. How to find the area of a trapezoid from the formation width and side slope. Formation widthും സൈഡ് സ്ലോപ്പും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ട്രപ്പിസോയിഡിന്റെ ഏരിയ എങ്ങനെ കണ്ടെത്താമെന്നാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രപ്പിസോയിഡ് എടുക്കുകയാണ്. ഇറ്റ് ഹാസ് ഗോട്ട് എ ഫോർമേഷൻ വിഡ്ത്ത് എ. ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഡ്ത്താണ്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വിഡ്ത്താണ് formation width, and it is given as A, and the depth of the trapezoid, it is here given as D, and if it is given the side slope as n is to 1, what is the top width, or what is this width of this trapezoid? We have found it out in the previous slide as A plus 2nd. Okay, here A is the formation width, n is the slope given, d is the depth. Then how can we find out the area of this trapezoid? Area can be easily calculated, right? We have found it out before. A plus b by 2 into d is the equation to find area of the trapezoid. Here A is the same plus here b A plus 2nd, okay, divided by 2 into d is the equation to find the area of the trapezoid. A plus A is 2A plus 2nd divided by 2 into d. I am taking 2 outside the bracket. 2 into A plus nd divided by 2 into d is equal to 2 and 2 cancels off, A plus nd into d is the equation to find out the area of the trapezoid. Okay, so if you have got any confusion, please pause the video and repeat from wherever you occurred to you. Okay, I am wiping out. So irrespective of the type of trapezoid that you are using, whether in which direction it is placed, you can simply find the area of trapezoid from its width of formation, slope and depth. So here b is the width of formation or formation width itself, and d is the depth or height, and what is n here, it is the side slope. Okay, so it is very easy. A is equal to b, which is a formation width, plus n, which is a slope, into d, depth, again multiply it with d, depth of the trapezoid. Okay, this is the way how we find the area of trapezoid from the values formation width, depth and side slope. Okay, let's move on to the core part. Next we are going to find how we can estimate the earthwork, or how can we compute the earthwork required in making an embankment or cutting. കട്ടിങ്ങും എംബാങ്ക്മെന്റും പോലെയുള്ള വർക്കുകളിൽ നമുക്ക് എത്രത്തോളം എർത്ത് വർക്ക് വരുന്നുണ്ട്, അതായത് മണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്കവേഷൻ ആവാം, അതല്ലെങ്കിൽ ഫില്ലിംഗ് ആവാം, ഇതെല്ലാം എത്രത്തോളം വരുന്നുണ്ട് എന്ന് ക്വാണ്ടിഫൈ ചെയ്യാനുള്ള ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എംബാങ്ക്മെന്റ് എന്താണെന്ന് നോക്കാം. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഇങ്ങനെ മണ്ണ് ഒരു ട്രപ്പിസോയിഡ് ഷേപ്പിൽ കൂട്ടി ഇടുന്നതിനെയാണ് നമ്മൾ എംബാങ്ക്മെന്റ് എന്ന് പറയാം. അതായത് ചുറ്റുവട്ടത്തു നിന്നുള്ള ഏരിയയിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഏരിയ മണ്ണിട്ട് ഉയർത്തി നിർത്തുന്നതിനെയാണ് എംബാങ്ക്മെന്റ് എന്ന് പറയാം. ഇത് ട്രാഫിക് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൺവേയുടെ നിർമ്മാണത്തിനും റെയിൽവേ ട്രാക്കിന്റെ നിർമ്മാണത്തിനും റോഡിന്റെ നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എംബാങ്ക്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ എംബാങ്ക്മെന്റ് കൺസ്ട്രക്ട് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്തോ ഇപ്പുറത്തോ വെള്ളം വന്നാലോ, പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ആ മറ്റു തൊട്ടടുത്തുള്ള ലാൻഡ് ഏരിയയിൽ നിന്നും ഉയർന്ന ലെവലിലാണ് നമുക്ക് റോഡ് വേണ്ടതെങ്കിലൊക്കെ നമുക്ക് ആ ഉയരത്തിലോട്ട് റോഡിനെ കൊണ്ടുവരാൻ വി ഹാവ് ടു മേക്ക് ദിസ് എംബാങ്ക്മെന്റ്. നമ്മൾ സോയിൽ അക്യുമുലേറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ എംബാങ്ക്മെന്റ് നിർമ്മിക്കേണ്ട അത്യാവശ്യമുണ്ട്.
നെക്സ്റ്റ് we are going to find what is cutting. കട്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? അപ്പോൾ ഈ പിക്ചറിൽ നോക്കൂ, ഇവിടെ ഇങ്ങനെയുള്ള ഒരു ലെവൽ ഗ്രൗണ്ട് ആയിരുന്നു, അവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ റെയിൽവേ ട്രാക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും ഒരു ട്രപ്പിസോയിഡ് ഷേപ്പ് തന്നെയാണ്. ഓക്കെ, ഒരു ട്രപ്പിസോയിഡ് ഷേപ്പിലാണ് നമ്മളിവിടെ കട്ടിങ് നടത്തിയിട്ടുള്ളത്, ഓർ എക്സ്കവേഷൻ. നമ്മൾ ഇവിടുന്ന് മണ്ണ് മാന്തി നീക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതാണ്, എത്രത്തോളം മണ്ണാണ് ഇവിടുന്ന് എക്സ്കവേറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടത്, റിമൂവ് ചെയ്യേണ്ടത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്കൊരു പിക്ചറും കൂടെ നോക്കാം. അനദർ പിക്ചർ ഷോയിങ് ദ കട്ടിങ് which is also in a trapezoid shape, and here there is a slope n:1. ഇവിടുത്തെ ഈ ഭൂപ്രതലത്തിന്റെ ഈ ചെരിവിനെയാണ് നമ്മളിവിടെ സൈഡ് സ്ലോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ കനാൽ ക്രോസ് സെക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഒരു ട്രപ്പിസോയിഡ് ഷേപ്പ് കാണാൻ സാധിക്കും. ഇവിടെയും ഒരു സൈഡ് സ്ലോപ്പ് ഉണ്ട് n:1. ഈ കനാലിന്റെ ബോട്ടം വിഡ്ത്താണ് ഇവിടുത്തെ എന്ത് ഫോർമേഷൻ വിഡ്ത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ എ ഫോർമേഷൻ വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ടിങ് എന്താണ്, എംബാങ്ക്മെന്റ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം വേർഡ്സിനെ. ദിസ് ഈസ് കട്ടിങ്. കട്ടിങ്ങിന്റെ ഫോർമേഷൻ വിഡ്ത്ത് എന്നുള്ളത് ഇതാണ്, സ്ലോപ്പ് ഇതാണ്, ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് n:1. ആൻഡ് എംബാങ്ക്മെന്റ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം, എംബാങ്ക്മെന്റിന്റെ ഹൈറ്റ് ഇവിടെ കാണാം d, സൈഡ് സ്ലോപ്പ് n:1, ആൻഡ് ദിസ് ഈസ് ദ ഫോർമേഷൻ വിഡ്ത്ത്. അപ്പോൾ ഫോർമേഷൻ വിഡ്ത്തിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. കനാലിന്റെയോ പിന്നെ കട്ടിങ്ങിന്റെയോ തരുമ്പോൾ ഇതല്ല ഫോർമേഷൻ വിഡ്ത്ത്. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇത് ഫോർമേഷൻ വിഡ്ത്ത് ഒരിക്കലും ഇതല്ല. ഈ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് നോട്ട് ദ ഫോർമേഷൻ വിഡ്ത്ത്, ഇറ്റ് ഈസ് ദ ബേസ് വിഡ്ത്ത് ഓഫ് ദ ട്രപ്പിസോയിഡ്. ഓക്കെ, നമ്മൾ ഒരിക്കലും ഒരു കനാലിന് വേണ്ടിയിട്ടോ ഒരു റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്ര വെർട്ടിക്കൽ ആയിട്ട് എക്സ്കവേറ്റ് ചെയ്യാറില്ല. ബിക്കോസ് ഈ സൈഡിൽ നിന്നുള്ള ലാൻഡ് ഇതിലോട്ട് സ്ലൈഡ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വി വിൽ ഓൾവേസ് പ്രൊവൈഡ് എ സ്ലോപ്പ്, ആൻഡ് വി വിൽ നോട്ട് കൺസ്ട്രക്ട് റോഡ് ഇൻ ദിസ് വെർട്ടിക്കൽ വേ. അല്ലേ, നമ്മൾ ഒരിക്കലും ഇങ്ങനെ കുത്തനെയായിട്ട് റോഡിന്റെ വശങ്ങൾ നിർമ്മിക്കാറില്ല. അങ്ങനെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം കോൺക്രീറ്റിന്റെയോ പിന്നെ റാൻഡം റബിൾ മേസൺറിയുടെ ശക്തമായ വാളുകൾ നിർമ്മിച്ചിട്ട് അതിനകത്ത് മാത്രമേ നമുക്കിങ്ങനെ റോഡ് അല്ലെങ്കിൽ റെയിൽവേ ഒക്കെ നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. സോ ഇൻസ്റ്റെഡ് നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്, ദേ വിൽ ബി ഗിവിങ് എ സൈഡ് സ്ലോപ്പ്. ആ സൈഡ് സ്ലോപ്പിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഇറ്റ് വിൽ ഗീവ് സ്റ്റെബിലിറ്റി ടു ദ എംബാങ്ക്മെന്റ്. അതർവൈസ് ദ ലാൻഡ് വിൽ ഗെറ്റ് സ്ലൈഡഡ്, എർത്ത് വിൽ ഗെറ്റ് സ്ലൈഡഡ്. മണ്ണ് അവിടുന്ന് സൈഡിലോട്ട് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത കുറക്കാൻ വേണ്ടിയിട്ടാണ് വി ആർ പ്രൊവൈഡിങ് ദ സൈഡ് സ്ലോപ്പ് ഫോർ ദിസ് എംബാങ്ക്മെന്റ് ആൻഡ് കട്ടിങ്. ഇനി നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂല്, നമ്മൾ ഇപ്പോൾ ക്വാണ്ടിറ്റി സർവേ പോയിന്റ് ഓഫ് വ്യൂല് വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഈസ് വി നീഡ് ടു കാൽക്കുലേറ്റ് ഹൗ മച്ച് എർത്ത് ഈസ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് ദിസ് എംബാങ്ക്മെന്റ്. ഈ എംബാങ്ക്മെന്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം m³ മണ്ണ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ എംബാങ്ക്മെന്റിനെയും കട്ടിങ്ങിനെയും കുറിച്ച് പഠിക്കേണ്ടത്. സിമിലർലി നമ്മളിവിടെ എക്സ്കവേഷൻ നടത്തുന്ന സമയത്ത് and how much amount of soil has to be excavated and we have to quantify that. നമുക്ക് അത് അളന്നെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരാളോട് കരാറൊക്കെ ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. അല്ലേ, ഇവിടെ ഈ റോഡ് നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ഇത്ര m³ മണ്ണ് കൊണ്ടുവന്നിടേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത്ര m³ മണ്ണ് ഇവിടുന്ന് എക്സ്കവേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നൊക്കെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്ത് ഒരു അളവ് പറയണമെങ്കിൽ we have to find the actual quantity of earthwork. അതാണ് നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി സർവേ പോയിന്റ് ഓഫ് വ്യൂല് ഈ കേസിൽ ആവശ്യമായിട്ട് വരുന്നത്. സോ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് ഓർ എമൗണ്ട് ഓഫ് എർത്ത് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദിസ് എംബാങ്ക്മെന്റ്. ഈ എംബാങ്ക്മെന്റ് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾക്ക് എത്രത്തോളം എർത്ത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം. ആൻഡ് ഹിയർ ഫോർമേഷൻ വിഡ്ത്ത് ഇറ്റ് ഈസ് ഗിവൺ ആസ് എ. കോമൺലി നിങ്ങളുടെ പുസ്തകത്തിൽ ബി എന്നാണ് കാണുക, സോ ഐ എം ചേഞ്ചിങ് ദ വേർഡ്.
I'm representing it as B. Formation width, I'm giving it as B. Side slope, which is n is to 1, and depth given as D, and the length, which is L. ഇതിന്റെ നീളം L എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ we can simply find the volume of earthwork as area into length. അല്ലേ? ഏരിയ എന്ന് പറയുമ്പോൾ ഈ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ഈ ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we will get the volume. And how we can find the area? We have already found out the equation to find the area as A plus ND, or otherwise B plus ND into D. It is the area of the trapezoid section into length, it is given L. So B plus ND into D into L is the equation to find the volume of a trapezoid section. ഒരു ട്രപ്പിസോയിഡ് സെക്ഷനിൽ മണ്ണ് കൃത്യമായി കൊണ്ടുവന്നിടാൻ എത്രത്തോളം വേണം എന്ന് കണക്കാക്കാൻ ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി ഇൻറ്റു എൽ എന്നുള്ള ഇക്വേഷൻ കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് കാണാൻ സാധിക്കും. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് ഒരിക്കലും എപ്പോഴും ഒരേ ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇങ്ങനെയാണ് അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഡെപ്ത് 1 മീറ്റർ ആണെങ്കിൽ ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡെപ്ത് 2 മീറ്റർ ആവാം. കാരണം നമ്മുടെ എപ്പോഴും ഗ്രൗണ്ട് അണ്ടുലേറ്റഡ് ആണ്. ചിലപ്പോൾ കൂടുതൽ മണ്ണ് ഇടേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് മണ്ണ് ഇടേണ്ടി വരും. സോ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് നമ്മുടെ റിയൽ കേസിൽ ഒരിക്കലും ഡെപ്ത് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഡെപ്ത് varies ഫ്രം സെക്ഷൻ ടു സെക്ഷൻ. ഓരോ സെക്ഷനിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഡെപ്തിൽ കാര്യമായ വേരിയേഷൻസ് ഉണ്ടാവാം. സോ ഇൻ ദാറ്റ് കേസ് we cannot directly multiply the area of cross section into length. അത് തെറ്റായിട്ടുള്ള ഒരു ഉത്തരമാണ് നമുക്ക് തരിക. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ചെയ്താൽ നമുക്ക് വോളിയം കിട്ടണമെങ്കിൽ the area of the cross section should be the same. എല്ലാ ക്രോസ് സെക്ഷനിലും ഏരിയ ഒരേപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഏരിയ ഇൻറ്റു ലെങ്ത് എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങളൊരു സ്ക്വയർ ബോക്സ്, ഒരു തീപ്പെട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ how can we find the volume of the തീപ്പെട്ടി? We can simply find the area of one section and we can multiply it with the length of the teepatti. Same case, if the teepatti has got different cross section area on both sides, ഇങ്ങനെയാണെങ്കിലോ we cannot do that, അല്ലേ? അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾക്ക് പുതിയ ഇക്വേഷൻസിന്റെ ആവശ്യം വരുന്നു to find the total volume of the teepatti. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. There are 4 important methods used in the quantity survey to find the volume of earthwork, to compute the volume of earthwork. 4 പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ് നിങ്ങൾ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തത് മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ് ആണ്, രണ്ടാമത്തത് മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡ് ആണ്, മൂന്നാമത്തത് ട്രപ്പിസോയിഡൽ മെത്തേഡ് ആണ്, നാലാമത്തത് പ്രിസ്മോയിഡൽ മെത്തേഡ് ആണ്. ഇതിൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിസ്മോയിഡൽ, ദെൻ ട്രപ്പിസോയിഡൽ, then mean section, then mid section. അങ്ങനെയാണ് അതിന്റെ ഓർഡർ. അക്യുറസി ഈസ് ഇൻക്രീസിങ് ആസ് ഇറ്റ് ഗോസ് ഫോർവേഡ്. അപ്പോൾ ഈ 4 പേരുകൾ ആദ്യം പഠിച്ചു വെക്കണം. മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ്, മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡ്, ട്രപ്പിസോയിഡൽ മെത്തേഡ് ആൻഡ് പ്രിസ്മോയിഡൽ മെത്തേഡ്. ഈ മെത്തേഡുകൾ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് ആയിട്ടുള്ള മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡിലോട്ട് പോവാം. ഇൻ മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ് you have got a section here, and ഈ സെക്ഷന് ഇവിടെ ഒരു ഏരിയ ഉണ്ട്, and ഇവിടെ വേറൊരു ഏരിയ ഉണ്ട്, and you can easily understand that ഇവിടെ ഒരു ഡെപ്ത് ഉണ്ട്, and we can call it as D1, and we have also got another depth here which is greater than first one, അല്ലേ? D2 second depth is greater than first depth. അത് നമുക്ക് ഒറ്റയടിക്ക് പിക്ചറിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. So we cannot simply calculate the area of the first section and multiply it with the length, അല്ലേ? നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് കാണിക്കുന്നതാണ് മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ്. Okay, we have got 2 sections and the section has got different depth. Then what we have to find is we have to find the depth of the mid section. നടുവിലെ കഷ്ണത്തിന്റെ ഡെപ്ത് കാണാം. And that depth can be easily found out as the average of the 2 depths. മിഡ് പോയിന്റിലുള്ള ഡെപ്ത് കാണാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഡെപ്തിനെയും ലാസ്റ്റ് ഡെപ്തിനെയും ആഡ് ചെയ്ത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതർവൈസ് D1ന്റെയും D2ന്റെയും ആവറേജ് ആണ് ഇവിടുത്തെ DM
മിഡ് സെക്ഷന്റെ ഡെപ്ത് ആയിട്ട് കണക്കാക്കുന്നത്. ആൻഡ് ദെൻ വി വിൽ ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് ദ മിഡ് സെക്ഷൻ. എന്നിട്ട് നമ്മൾ ഈ മിഡ് സെക്ഷന്റെ ഏരിയ കണ്ടെത്തുന്നു. ആൻഡ് ദെൻ വി വിൽ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ ലെങ്ത്. എന്നിട്ട് അതിനെ നമ്മൾ ഇതിന്റെ നീളം കൊണ്ട് ഗുണിക്കുന്നു. സോ വോളിയം ഓഫ് എർത്ത് വർക്ക് in mid-sectional area method is what we have to find the mid-sectional area and then multiply it with the distance between the section. And how can we find the mid-sectional area? Mid-sectional area നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കുക? We have to initially find the d midpoint ഉള്ള depth കാണണം, which is the average of two depths. And by using this d mid, we will find the mid-section area. How can we find that one? A plus n into d, which is d mid into d mid. Okay, by this equation we will find the mid sectional area and we will multiply mid section area with distance between the section. Then നമുക്ക് കിട്ടുന്നു mid sectional area method പ്രകാരം ഈ നമുക്ക് അതിന്റെ ടോട്ടൽ വോളിയം കിട്ടും. നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഞാനൊരു സെക്ഷൻ തരികയാണ്. ആ സെക്ഷന്റെ ആദ്യത്തെ വിഡ്ത്ത് 1 മീറ്റർ ആണെന്ന് ഡെപ്ത് 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ആൻഡ് അവസാനത്തെ ഡെപ്ത് 3 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ചെറിയ വിഡ്ത്താണ്, മുകളിലത്തെ വലിയ വിഡ്ത്തല്ല. ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ വിഡ്ത്തല്ല, താഴത്തെ വിഡ്ത്താണ്. ഏറ്റവും സ്മോളസ്റ്റ് ലെങ്തിനെയാണ് നമ്മൾ ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുക. ആൻഡ് ഇത് 4 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് 100 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ സെക്ഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 മീറ്റർ ആണെങ്കിൽ സൈഡ് സ്ലോപ്പ് 2:1 ആണെന്ന് വിചാരിക്കുക. 2:1 എന്നുള്ളത് n:1 എന്നുള്ള അനുപാതത്തിലാണ്. സോ n is equal to 2 അല്ലേ. ഇവിടുന്ന് ആദ്യം ഞാൻ കാണുന്നത് എന്താണ്? ഡി മിഡ് പോയിന്റിലെ ഡെപ്ത്, മിഡ് സെക്ഷനിലുള്ള ഡെപ്ത്. അത് കാണേണ്ടത് 1 + 3 divided by 2. അതായത് 1 എന്നുള്ളത് എന്താ? d1, 3 എന്നുള്ളത് d2 divided by 2, 4/2 is equal to 2 meter. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇതിലെ നടുവിലെ സെക്ഷന്റെ ഉയരം 2 മീറ്റർ ആണെന്നാണ്. അപ്പോൾ അവിടുത്തെ ഉയരം എനിക്ക് കിട്ടി. Then what we have to find next? We have to find the area of midsection. Area of midsection എങ്ങനെ കിട്ടും? A plus nd into d. ഇപ്പോൾ ഇവിടുത്തെ ഡെപ്ത് നമുക്കറിയാം. എ എന്നുള്ളത് ഫോർമേഷൻ വിഡ്ത്താണ്, അത് 4 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട് എ ഈസ് 4 മീറ്റർ. 4 പ്ലസ് സ്ലോപ്പ് n 2 ആണ്, 2:1 എന്ന് തന്നിട്ടുണ്ട്. സോ n ഈസ് 2 ഇൻറ്റു ഡെപ്ത് ഡി മിഡ് നമ്മൾ കണ്ടെത്തി 2 മീറ്റർ ഇൻറ്റു വീണ്ടും അഗെയിൻ ഡി. സോ 4 + 4 × 2, 8 × 2 is equal to 16 m². ഓക്കെ, അപ്പോൾ ഏരിയ കിട്ടി 16 m². ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ വോളിയം A into L, area of midsection into length between the sections. ഏരിയ നമുക്ക് കിട്ടി 16 ഇൻറ്റു ആൻഡ് അതിൻ്റെ ലെങ്ത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100 meters. ദെൻ 16 hundreds, അതായത് 1600 m³ ഓഫ് സോയിൽ ആണ് ഈ ഒരു സെക്ഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ അക്യുമുലേറ്റ് ചെയ്യേണ്ടത്. അതർവൈസ് ഇതൊരു കട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റിമൂവ് 1600 m³ ഓഫ് സോയിൽ ഫ്രം ദാറ്റ് canal or from that cutting. അപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. Then we are moving on to the next method, mean sectional area method. What is mean by mean sectional area? Mean എന്ന് പറഞ്ഞാൽ എന്താണ്? It is average അല്ലേ. അപ്പോൾ നേരത്തെ തന്ന പോലെ സെയിം കണ്ടീഷൻ ആണ്. ഇവിടെ നമുക്കൊരു സെക്ഷൻ ഉണ്ട്, അതിനെ d1 എന്ന് വിളിക്കാം. ഇവിടെ വേറൊരു സെക്ഷൻ ഉണ്ട്, അതിൻ്റെ ഡെപ്ത് d2 ആണെന്ന് വിചാരിക്കാം. ആൻഡ് വി ക്യാൻ സിംപ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് d2 ഈസ് ഗ്രേറ്റർ ദാൻ d1 അല്ലേ. രണ്ട് സെക്ഷൻസിൻ്റെയും ഡെപ്ത് തമ്മിൽ വ്യത്യാസമുണ്ട്. ദെൻ ഹൗ ക്യാൻ വി ഫൈൻഡ് ദ വോളിയം ഓഫ് ദിസ് സെക്ഷൻ അല്ലേ. ഈ ഒരു കഷ്ണത്തിൻ്റെ വോളിയം എങ്ങനെ കാണാം, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് എർത്ത് വർക്ക് റിക്വയർഡ് ടു മേക്ക് ദിസ് എംപാങ്ക്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ വോളിയം ഓഫ് എർത്ത് വർക്ക്, മീൻ ക്രോസ് സെക്ഷൻ വോളിയം ഓഫ് എർത്ത് വർക്ക് കാണാൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡോളജി എന്നുള്ളത് മീൻ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെക്ഷൻസ് ആണ്. മീൻ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ക്രോസ് സെക്ഷൻ ഏരിയ.
സോ അത് ചെയ്യുന്ന മെത്തേഡ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വി വിൽ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ A1 ഏരിയ ഓഫ് ദിസ് സെക്ഷൻ. നമ്മൾ ആദ്യം കാണും. ആ ഏരിയ കാണുന്നത് എങ്ങനെയാണ്? A പ്ലസ് എൻ ഡി ഇൻറ്റു ഡി. അപ്പോൾ ഇവിടുത്തെ ഡെപ്ത് D1 ആയിരിക്കും. ആൻഡ് ഇവിടുത്തെ then secondly we will find A2. and how can we find A2? A plus n D2 into D2 അല്ലേ? അവിടുത്തെ ഡെപ്ത് ഈ ഹയർ കുറച്ചും കൂടെ ഡീപ്പർ ആയിട്ടുള്ള ഡെപ്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ഏരിയാസ് കിട്ടും, A1 കിട്ടും, A2 കിട്ടും. ആൻഡ് വി വിൽ ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദിസ് ഏരിയ. എന്നിട്ട് നമ്മൾ ഈ ഏരിയകളുടെ ആവറേജ് കാണുന്നു. ആൻഡ് ആ ആവറേജിനെ ഈ സെക്ഷൻ്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഫൈൻഡ് ദ വോളിയം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, മീൻ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെക്ഷൻസ്. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് എർത്ത് വാസ് മീൻ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെക്ഷൻ്റെ ഏരിയ പ്ലസ് ലാസ്റ്റ് സെക്ഷൻ്റെ ഏരിയ divided by 2 ചെയ്തു കഴിഞ്ഞാൽ we will get the mean cross section area and we will be multiplying it with the distance between the sections. ഓക്കെ, നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നേരത്തെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സെക്ഷൻ്റെ ഹൈറ്റ് 1 മീറ്റർ ആണെന്ന് വിചാരിക്കാം. സെക്കൻഡ് സെക്ഷൻ്റെ ഹൈറ്റ് 3 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ സെക്ഷൻ്റെ ഏരിയ കാണും. A1 is equal to A plus ND into D. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഐ തിങ്ക് ഫോർമേഷൻ വിഡ്ത്ത് is given as 4 meter and the side slope is given as 2:1. അപ്പോൾ N എന്നുള്ള വാല്യൂ 2 ആണ്, പിന്നെ A എന്നുള്ള വാല്യൂ 4 ആണ്, D1 1 മീറ്റർ ആണ്, D2 3 മീറ്റർ ആണ്. ഓക്കെ, ഞാൻ A1 കാണുകയാണ്. A1 is equal to A പ്ലസ് A എന്ന് പറയുമ്പോൾ ഇവിടെ 4 പ്ലസ് N 2 ഇൻറ്റു D 1 ഇൻറ്റു D again 4 പ്ലസ് 2 is equal to 6m square. ഒന്നാമത്തെ സെക്ഷൻ്റെ ഏരിയ എന്നുള്ളത് 6m square ആണ്. ദെൻ A2ൻ്റെ ഏരിയ ആണ് ഞാൻ കാണാൻ പോകുന്നത്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്ലസ് N സ്ലോപ്പ് 2 ഇൻറ്റു D ഡെപ്ത് 3 മീറ്റർ ഇൻറ്റു അഗെയിൻ 3 4 പ്ലസ് 6 ഇൻറ്റു 3 is equal to 10 into 3 is equal to 30m square. അപ്പോൾ അതിൻ്റെ ഏരിയ A1 കണ്ടു is equal to 6m square, A2 കണ്ടു is equal to 30m square. Then average, A mean is equal to A1 plus A2 by 2 is equal to 36 by 2 is equal to 18m square. And we will be finding the volume as area mean into length. Area mean is equal to 18m square into length, which is 100 meter. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്തതായിരുന്നു 100 meters. And then we will get the total volume as 1800 m3. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ 1600 ആണ് കിട്ടിയത്. ആൻഡ് ഈ മെത്തേഡിൽ മീൻ സെക്ഷൻ മെത്തേഡ് 1800 m3 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂസ് തമ്മിൽ അറൗണ്ട് 200 m3ൻ്റെ വ്യത്യാസം വന്നു. അപ്പോൾ അത് ഇതിൻ്റെ കാൽക്കുലേഷൻ്റെ എററാണ്. അപ്പോൾ അതിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതായാലും അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടൂല, ബട്ട് നിയർ ടു ദ കറക്റ്റ്നെസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതിൻ്റെ മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം മിഡ് സെക്ഷൻ മെത്തേഡ് ചെയ്തു, രണ്ടാമതായിട്ട് നമ്മൾ മീൻ സെക്ഷൻ മെത്തേഡ് ചെയ്തു. ഇനി അടുത്ത മെത്തേഡിലോട്ട് പോകാം. അപ്പോൾ അടുത്ത മെത്തേഡിൻ്റെ റെലവൻസ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരു ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു അതിൻ്റെ ലെങ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. എപ്പോൾ? ഇഫ് ദ ഏരിയ റിമൈൻസ് ദ സെയിം ത്രൂ ഔട്ട് ദ ലെങ്ത്, അല്ലേ? ഈ ഫുൾ സെക്ഷനിൽ ഒരേ ഏരിയയിൽ തന്നെയാണ്, ഒരേ ക്രോസ് സെക്ഷൻ ഏരിയ ആണെന്നുണ്ടെങ്കിൽ വി ഓൺലി ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് വൺ സെക്ഷൻ ആൻഡ് വി ക്യാൻ സിംപ്ലി മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ ലെങ്ത് ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സെക്ഷൻ. പക്ഷെ എല്ലാ കേസിലും ഈ ഏരിയ തുല്യമാവണമെന്നില്ല, എസ്പെഷ്യലി ഇൻ ദ റിയൽ കേസ്. നമ്മൾ ഫീൽഡിൽ പോകുന്ന സമയത്ത് ഒരിക്കലും ഈ ഏരിയ തുല്യമായിട്ട് വരില്ല. അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞു ഏരിയ ഇൻറ്റു ലെങ്ത് കണ്ടു കഴിഞ്ഞാൽ മതി ടു ഫൈൻഡ് ദ വോളിയം. അങ്ങനെ ഏരിയ തുല്യമായിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ
ഈ പ്രൊഫൈൽ, ഈ ഹൊറിസോണ്ടൽ ലോഞ്ചിറ്റ്യൂഡിനൽ പ്രൊഫൈൽ എപ്പോഴും ഈക്വൽ ആയിരിക്കണം. നമ്മുടെ ഗ്രൗണ്ടിൽ എപ്പോഴും ഹൊറിസോണ്ടൽ പ്രൊഫൈൽ തുല്യമായി വരാറുണ്ടോ? ഒരേ ലെവലിൽ നമ്മളെ പറമ്പുകളും എല്ലാ പ്രദേശവും നിൽക്കാറില്ലല്ലോ. ഇറ്റ് വിൽ ബി അൺടുലേറ്റഡ് അല്ലേ? അപ്പൊ അതിന്റെ റിയൽ കേസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. In most of the construction cases, നമ്മുടെ റിയൽ ലൈഫിൽ കേസ് നോക്കുന്ന സമയത്ത് the side profile will not be regular in shape due to the undulations of the ground level. ഗ്രൗണ്ട് ലെവൽ എപ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലാവില്ല നിൽക്കുന്നത്. there will be undulations. അവിടെ പൊങ്ങലുകളും താഴലുകളും എല്ലാം ഉണ്ടാവും. So when we make a road here or when we make a formation here, ഈ ഡെപ്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. You can see here. ആ കാര്യമായ വ്യത്യാസങ്ങൾ നമ്മുടെ കാൽക്കുലേഷന്റെ ഏരിയനെ ഒക്കെ ബാധിക്കും. ആ ഡെപ്തിലുള്ള വേരിയേഷൻ നമ്മുടെ കാൽക്കുലേഷനെ ബുദ്ധിമുട്ടിലാക്കും. അവിടെ യൂസ് ചെയ്യാനാണ് പ്രിസ്മോയിഡൽ ഫോമുലയും ട്രപീസോയിഡൽ ഫോമുലയും നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഫോർമേഷൻ എടുക്കുന്ന സമയത്ത് അതിന്റെ ഹൈറ്റിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു ഹൈറ്റ് ആയിരിക്കും, ഇവിടെ ഒരു ഹൈറ്റ് ആയിരിക്കും, ഇവിടെ ഒരു ഹൈറ്റ് ആയിരിക്കും. ഇവിടെ ഓരോരോ സെക്ഷനിൽ ഓരോരോ ഹൈറ്റ് ആയിരിക്കും. സോ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദാറ്റ്? അപ്പോൾ നമുക്ക് ഞാൻ ഇവിടുന്ന് ഇത്രയും ലെങ്ത്തിൽ നോക്കി, ഇവിടെ എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നോക്കി, ഇവിടെ എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നോക്കി, അങ്ങനെ ഓരോ സെക്ഷനിലും എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ വെച്ചിട്ട് ഞാനൊരു ഡ്രോയിങ് വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ D1 ആണ് അവിടുത്തെ ലെങ്ത് എന്ന് വിചാരിക്കുക. രണ്ടാമത്തത് D2, മൂന്നാമത്തത് D3, നാലാമത്തത് D4, അഞ്ചാമത്തത് D5. അങ്ങനെ 5 ഡെപ്തുകൾ എനിക്ക് കിട്ടി. ഈ 5 ഡെപ്തുകളും വ്യത്യസ്തവുമാണ്. അത് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമുക്ക് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാമെന്ന് പ്രത്യേകം ഒരു ഫോർമുല തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് യു ഹാവ് ഗോട്ട് എ കോമൺ ലെങ്ത് ഇൻ ബിറ്റ്വീൻ ദം L. ഈ ഓരോ സെക്ഷനുകൾക്കിടയിലുള്ള ലെങ്ത് തുല്യമാണ്. അതായത് നമ്മൾ കൃത്യം ഇന്റർവെല്ലിലാണ് നമ്മൾ ഈ ഡെപ്തുകൾ അളന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് അതിനൊരു ഈക്വൽ ഇന്റർവെൽ L എന്ന് കരുതാം. അങ്ങനത്തെ സമയത്താണ് നമ്മൾ ഈ പ്രിസ്മോയിഡൽ ഫോർമുല യൂസ് ചെയ്യുന്നത്. സോ ആ സെക്ഷന്റെ സൈഡ് വ്യൂ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ടു ഫൈൻഡ് ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് പോയിന്റിൽ നിന്നും ഒരു കൃത്യം ലെങ്ത് എടുത്തിട്ട് അവിടുത്തെ ഡെപ്ത് ചെക്ക് ചെയ്തു, അവിടുത്തെ ഏരിയ കണക്കാക്കി. അടുത്ത വീണ്ടും മുന്നോട്ട് പോയി അവിടുത്തെ ഡെപ്ത് എടുത്തു, ആ ഡെപ്ത് വെച്ചിട്ട് നമ്മൾ ഏരിയ കണക്കാക്കി. വീണ്ടും അവിടുന്ന് ചെയിൻ വെച്ചിട്ട് മുന്നോട്ട് ലെങ്ത് മെഷർ ചെയ്തു, അവിടുന്ന് ഡെപ്ത് മെഷർ ചെയ്തു, അവിടുന്ന് അതിന്റെ ഏരിയ കണക്കാക്കി. അങ്ങനെ ഓരോ സ്ഥലത്തും മുന്നോട്ട് പോയി അവിടുത്തെ ഡെപ്ത് മനസ്സിലാക്കി, അവിടുത്തെ ഏരിയ മനസ്സിലാക്കി. അങ്ങനെ 5 സെക്ഷണൽ ഏരിയാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രപ്പീസോയിഡൽ ഫോർമുല യൂസ് ചെയ്തിട്ട് അവിടുത്തെ വോളിയം കണ്ടെത്താം. സോ ട്രപ്പീസോയിഡൽ ഫോർമുല പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്, ട്രപ്പീസോയിഡൽ റൂൾ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡ്. നമ്മൾ ആദ്യം ചെയ്തത് മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ് ആയിരുന്നു. രണ്ടാമതായിട്ട് ചെയ്തത് മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡ് ആണ്. ഈ മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡിന്റെ ഒരു ഡെവലപ്ഡ് ഫോമാണ് ട്രപ്പീസോയിഡൽ റൂൾ. ആൻഡ് ട്രപ്പീസോയിഡൽ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ there is a condition. ഈ സെക്ഷൻസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് തുല്യമായിരിക്കണം. ഒരേ ഇന്റർവെല്ലിൽ വേണം നമ്മൾ സെക്ഷൻസ് അളക്കാൻ. അതായത് L should be the same in between all the sections. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. V is equal to L into A1/2 plus A2, A3, etc. AN-1, which is second last section. അതാണ് AN-1 plus AN/2, which is the AN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ അതിന്റെ ഇക്വേഷൻ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും, അതല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത് എഴുതാത്തവർ അത് എഴുതിയെടുക്കണം. ഇത് ചില പുസ്തകങ്ങളിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ട് എഴുതാറുണ്ട്. A1 plus AN/2 എന്നും എഴുതാറുണ്ട്. ഈ ടേമിനെയും കൂടെ ചേർത്ത് വെച്ചിട്ടും എഴുതാറുണ്ട്. ആൻഡ് റിമൈനിങ് A2, A3, etc. AN-1 അങ്ങനെയും എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും എഴുതിയെടുക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. ആൻഡ് ഇവിടുത്തെ ഓരോ ടേംസ് മനസ്സിലാക്കണം. L is the equal interval between the sections. A1, A2, A3, etc. are the areas of the different sections taken at the equal interval. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ട ആ ഫിഗറിൽ ഈ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. We have got 4 areas: A1, A2, A3, A4, A5. അങ്ങനെ 5 ഏരിയാസ് ഉണ്ട്. ആൻഡ് ആ ഇക്വേഷനിൽ ഇടുന്ന സമയത്ത് L എന്ന് പറഞ്ഞാൽ അതിനിടയിലുള്ള കോമൺ ലെങ്ത് ആണ്. ആൻഡ് L റിമൈൻസ് ദ സെയിം ബിറ്റ്വീൻ ഈച്ച് സെക്ഷൻ. എല്ലാ സെക്ഷൻസിൻ്റെ ഇടയിലുള്ള L തുല്യമായിരിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ്
A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ ആണ്. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ സെക്കൻഡ് സെക്ഷൻ ആണ്. A3 ഏരിയ ഓഫ് ദ തേർഡ് സെക്ഷൻ. A4 ഏരിയ ഓഫ് ദ ഫോർത്ത് സെക്ഷൻ. A5 ഏരിയ ഓഫ് ദ ഫിഫ്ത്ത് സെക്ഷൻ. ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്ത്ത് സെക്ഷൻ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ലാസ്റ്റ് സെക്ഷൻ ആണ്. സോ അപ്പോൾ അതിനെ ഡിവൈഡഡ് ബൈ 2 കൊടുക്കുന്നു, ഫസ്റ്റ് സെക്ഷനെ ഡിവൈഡ് ബൈ 2 കൊടുക്കുന്നു, ആൻഡ് റിമൈനിങ് സെക്ഷൻസ് അതുപോലെ തന്നെ എഴുതുന്നു, ആൻഡ് അതിനെ കോമൺ ലെങ്ത് ആയിട്ടുള്ള L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വി വിൽ ഗെറ്റ് ദ വോളിയം ഓഫ് ദ ഈ എംബാങ്ക്മെന്റ്. ആൻഡ് അവസാനത്തെ ഫോർമുല ആയിട്ടുള്ള പ്രിസ്മോഡൽ ഫോർമുല എന്നുള്ളത് ട്രപ്പിസോഡൽ ഫോർമുലയിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോർമുലയാണ്. അതായത് ട്രപ്പിസോഡൽ ഫോർമുലയുടെ അക്യുറസി കുറവുകളെല്ലാം നികത്തി കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള, അതായത് പെർഫെക്റ്റ് അല്ല, കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് പ്രിസ്മോഡൽ ഫോർമുല. ആൻഡ് it is a more accurate rule for computing earthwork compared to the trapezoidal formula. Trapezoidal formula-നേക്കാളും കുറച്ചും കൂടെ ബെറ്റർ അക്യുറസി തരുന്ന, റിസൾട്ട് തരുന്ന ഒരു ഇക്വേഷൻ ആണ് പ്രിസ്മോഡൽ ഫോർമുല. ആൻഡ് പ്രിസ്മോഡൽ ഫോർമുലയാണ് നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ ബെസ്റ്റ്. ബട്ട് പ്രിസ്മോഡൽ ഫോർമുല യൂസ് ചെയ്യുന്നതിന് ഒരു കണ്ടീഷൻസ് ഉണ്ട്. ദ നമ്പർ ഓഫ് സെക്ഷൻസ് ഷുഡ് ബി ഓഡ്. നമ്മൾ എത്ര സെക്ഷൻസിന് ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രിസ്മോഡൽ ഫോർമുല. ആൻഡ് പ്രിസ്മോഡൽ ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ ദ നമ്പർ ഓഫ് സെക്ഷൻസ് ഷുഡ് ബി ഓഡ് നമ്പർ ഓഫ് സെക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയാം. ഇഫ് A1, A2, A3, A4, AN എക്സ്ട്രാ ദ ക്രോസ് സെക്ഷൻ ഏരിയാസ് ടേക്കൺ അലോങ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ. അപ്പോൾ നമ്മളങ്ങനെ നീളത്തിൽ ഒരു എംബാങ്ക്മെന്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നീളത്തിൽ ടാപ്പ് പിടിച്ചിട്ട് ഇത്ര ഇന്റർവെല്ലിൽ ഓരോ സെക്ഷനിലെ ഡെപ്തുകൾ എടുത്തു. അതുവഴി അവിടുത്തെ ഏരിയാസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ then L is the interval between the sections. ആ ഓരോ സെക്ഷൻസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് L ആണെന്നുണ്ടെങ്കിൽ we can find the volume V by using this Prismoidal formula. Prismoidal formula പ്രകാരം Prismoidal formula ശ്രദ്ധിക്കുക. V is equal to L by 3 into A1 plus AN plus 4 into A2, A4, A6, A8 ഇതിന്റെ സമ്മ് പ്ലസ് 2 into A3, A5, A7, A9 etc. അപ്പോൾ ഇവിടെ ഇതിന്റെ കോമൺ പ്രോപ്പർട്ടി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഫസ്റ്റ് സെക്ഷൻ ആണ് ഈ പറയുന്നത്, ലാസ്റ്റ് സെക്ഷൻ ആണ് AN. ഈവൺ സെക്ഷൻസ് ആണ്, അതായത് 2, 4, 6, 8, 10 അങ്ങനെ പോകുന്ന സെക്ഷൻസ് ആണ് 4 into മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്, ആൻഡ് 2 into മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത് A3, A5, A7, A9 etc. ആണ്. ഓക്കെ, ഇവിടെ L-ന്റെ അവിടെ L by 3 എന്നുള്ള ഒരു ടേം കൂടെ അതിന്റെ കൂടെ ഉണ്ടാവും, L ഡിവൈഡ് ബൈ 3. ഓക്കെ, പിന്നെ നമുക്ക് അത് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. പ്രിസ്മോഡൽ ഫോർമുലയിലെ ഇക്വേഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. L by 3 where L is the common length and what is A1? A1 is the area of the first section. What is AN? AN is the area of the last section. Then അടുത്തതായിട്ട് നമുക്ക് 4 into A1, A2, A4, A6, A8 അങ്ങനെയാണ് പോകുന്നത്. Then 4 into sum of the area of the even section. Then അടുത്തതായിട്ട് 2 into sum of the area of the odd sections. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ we will get the volume of the section. ഓക്കെ, നമുക്കപ്പോൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എത്ര സെക്ഷൻസ് ഉള്ളത്? 1, 2, 3, 4, 5. സോ 5 ആണ്, ഓഡ് നമ്പർ ഓഫ് സെക്ഷൻസ് ആണ്. സോ വി ക്യാൻ യൂസ് പ്രിസ്മോഡൽ ഫോർമുല. ഇത് 6 സെക്ഷൻ ആയിരുന്നെങ്കിലോ, ഇവിടേക്ക് കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ we cannot use Prismoidal formula. Instead we have to use Trapezoidal formula. Otherwise ഈ ആദ്യത്തെ 5 സെക്ഷൻസ് മാത്രമേ നമുക്ക് പ്രിസ്മോഡൽ വെച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇവിടെ നമ്മളിപ്പോൾ ഈ കണ്ട ഫിഗറിന് നമുക്ക് ആ പ്രിസ്മോഡൽ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. L by 3. What is L? L is the interval between each sections. A1 is the first area, A5 is the last area, then 4 into A2 and A4 which are the even sections, 2 into A3. നമ്മൾ ഒരു തവണ A5 ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ A5 ഫസ്റ്റ് യൂസ് ചെയ്തത് കൊണ്ട് നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എൻഡ് സെക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ A5 ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും അതിന്റെ ഓഡ് സെക്ഷന്റെ സമ്മിൽ വരുന്ന സമയത്ത് A5 ആഡ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ
നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിട്ടാണ് ഈ വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ട്രപ്പിസോയിഡ് എന്താണ്, ട്രപ്പിസോയിഡിന്റെ സൈഡ് സ്ലോപ്പ് എന്താണ്, അതുവഴി എങ്ങനെയാണ് നമ്മൾ ഏരിയ കാണുക, ലെങ്ത്തും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അതിലെ വോളിയം കാണാൻ സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത്. അപ്പോൾ ഫോർമേഷൻ വിഡ്ത്തും സ്ലോപ്പും കണ്ട് ഏരിയ കണ്ടു, ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്തു നമുക്ക് വോളിയം കിട്ടി. ചില പ്രത്യേക ഫീൽഡ് കണ്ടീഷനുകളിൽ വെൻ ദർ ഈസ് അൺഡുലേറ്റഡ് ഗ്രൗണ്ട് നമ്മളുടെ ഡെപ്ത് വിൽ ഗെറ്റ് ഓൺ വേരിയിങ് അല്ലേ, ഡെപ്ത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഡെപ്ത് മാറിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഏരിയ വിൽ നോട്ട് സ്റ്റേ ദ സെയിം ഇൻ ദ ഈച്ച് സെക്ഷൻസ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ പ്രധാനമായും 4 മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് മിഡ് സെക്ഷൻ മെത്തേഡ് ആയിരുന്നു. മിഡ് സെക്ഷൻ മെത്തേഡ് ഓരോരോ ചെറിയ ചെറിയ കഷ്ണം കാണാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. ആൻഡ് അതിനേക്കാളും കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് മീൻ സെക്ഷൻ മെത്തേഡ് പറഞ്ഞു. 2 അറ്റത്തുള്ള ഏരിയാസ് കണ്ട് അതിന്റെ ആവറേജ് ഏരിയ കണ്ട് ലെങ്ത് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വോളിയം കാണുന്ന രീതിയായിരുന്നു മീൻ സെക്ഷൻ മെത്തേഡ്. ബട്ട് അതിലും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഓരോന്ന് വെച്ച് കണ്ടിട്ട് വേണം നമ്മൾ ഫൈനൽ വാല്യൂയിലോട്ട് എത്താൻ. അതിനൊക്കെ കൗണ്ടർ ചെയ്തുകൊണ്ട് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 2 ഇക്വേഷൻസ് ആണ് ട്രപ്പിസോയിഡൽ ഫോമുലയും പ്രിസ്മോയിഡൽ ഫോമുലയും. ട്രപ്പിസോയിഡൽ ഫോമുലയുടെ അഡ്വാൻറ്റേജ് എന്താണ്? ഏത് നമ്പർ ഓഫ് സെക്ഷൻസ് ആണെങ്കിലും, ഈവൺ നമ്പർ ആണെങ്കിലും ഓഡ് നമ്പർ ആണെങ്കിലും ഒക്കെ നമുക്കത് ചെയ്യാൻ സാധിക്കും. ആൻഡ് പ്രിസ്മോയിഡൽ ഫോമുലയാണ് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടെ പ്രിസൈസ് ആൻസർ തരുന്ന ഫോമുല. ബട്ട് പ്രിസ്മോയിഡൽ ഫോമുല യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ദ നമ്പർ ഓഫ് സെക്ഷൻ ഷുഡ് ബി ഓഡ് അല്ലേ, 1, 3, 5, 7, 9 പോലെ അവസാനിക്കുന്ന സെക്ഷൻസ് ആയിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത്. എനിവേ വി ആർ കൺക്ലൂഡിംഗ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു എവ്രി വൺ ഫോർ ലിസണിങ്.